അവളോട് ഇപ്പൊ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. അവളുടെ ദേഷ്യമൊക്കെ ഒന്ന് തണുക്കട്ടെ. വീണ്ടും നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞ അറിയാലോ അവളുടെ വാശി. പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഡേ നച്ചു, നീ എന്തിനാ പപ്പയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അവർക്കൊക്കെ ശരിക്കും വിഷമമായി. അവരൊക്കെ വിളിച്ച സന്തോഷം നിന്നോട് പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇത് എങ്ങനെ പെരുമാറാൻ പറ്റുന്നത്? ഞാൻ ജനിച്ച മുതൽ കാണുന്നതാണ് അവരെയൊക്കെ ഓർത്ത് എന്നും വിഷമിക്കുന്ന പപ്പയെ. മമ്മ പിന്നെ എപ്പോഴും താൻ കാരണം എല്ലാവരെയും നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുള്ള സങ്കടം. ഇതൊക്കെ കണ്ടു വളർന്ന ഞാൻ എങ്ങനെ അവര് വിളിച്ചു എന്നും പറഞ്ഞ് സന്തോഷിക്കുന്നത്? എനിക്ക് പലപ്പോഴും വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ട് പപ്പയെ കാണുമ്പോൾ. നിങ്ങൾ ഒരിക്കൽ പോലും നാട്ടിൽ പോകാത്തത് ഞങ്ങൾ കാരണമല്ലേ? പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഇവരെവിടെ പോകുക എന്ന് പോലും അവരൊന്നും ചിന്തിച്ചില്ലല്ലോ. അന്ന് അച്ഛൻ എന്റെ പപ്പയെ കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ എന്തായനെ അവരുടെ അവസ്ഥ? ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും പെട്ടെന്നൊരു ദിവസം വീടും വീട്ടുകാരും ഒക്കെ ഇല്ലാതാവുന്ന ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? നീ പറയുന്നെല്ലാം നിന്റെ മാത്രം കാര്യങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെ ഓരോ കാരണങ്ങൾ. പെട്ടെന്നൊരു ദിവസം മകൻ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചു വന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഇവിടത്തെ പോലെ അല്ല അവിടെ. ഇവിടത്തെ രീതികളും ജീവിതവും കണ്ടു വളർന്ന നമുക്ക് അവരുടെ രീതികളെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പപ്പ എപ്പോഴും പറയാറില്ലേ ഇതൊക്കെ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടേക്ക് പോവില്ല. പണ്ടൊക്കെ ഒരിക്കലെങ്കിലും പോണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ അതുമില്ല. നീ ഇങ്ങനെ പറയാൻ കാരണം അന്ന് നടന്ന ആ സംഭവമാണോ? അതും ഒരു കാരണമാണ്. ആരോ ഒരാൾ ചെയ്ത തെറ്റിന് നീ അവിടെയുള്ളവരൊക്കെ അങ്ങനെയാണെന്നാണോ കരുതുന്നത്? അങ്ങനെയൊന്നുമില്ല. ബട്ട് എനിക്ക് അവിടെ ഇഷ്ടമല്ല. നീ എന്തിനാ അതിനിങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? എനിക്കറിയില്ല അജു. ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പിന്നെ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് പോലെയാണ്. ഇത്രയൊക്കെ അവൻ എന്നോട് ചെയ്തിട്ടും എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അതിന് നീ അവന്റെ തലക്കടിച്ചില്ലേ? നിന്റെ ഒരടിക്ക് അവന്റെ ബോധം പോയെങ്കിൽ ആ അടിയുടെ പവർ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതല്ലേ? എന്തായാലും ഒന്ന് കൊടുത്തല്ലോ. തൽക്കാലം അത് മതി. ഇനിയൊരു ചാൻസ് കിട്ടിയ നമുക്ക് നിന്റെ ദേഷ്യം തീരുന്നത് വരെ കൊടുക്കാം. അജുവിന്റെ ഉപദേശം കാരണം പപ്പയോട് സോറിയൊക്കെ പറഞ്ഞ് എല്ലാം സോൾവ് ആക്കി. അവര് രണ്ടാളും നാട്ടിൽ പോയി എല്ലാരും കണ്ടുവരാൻ പറഞ്ഞു. എന്നെ നിർബന്ധിക്കരുതെന്നും പറഞ്ഞു. പിന്നീട് എല്ലാ ദിവസവും പരസ്പരം എല്ലാവരും ഫോൺ വിളിക്കുമായിരുന്നു. എന്നാൽ നച്ചു മാത്രം ഒരിക്കൽ പോലും അവരോട് സംസാരിക്കാൻ ശ്രമിച്ചില്ല. അവളില്ലാതെ നാട്ടിൽ പോയില്ലെന്ന് നന്ദനും ഉറപ്പിച്ചിരുന്നു. ഹലോ നന്ദ. ആ അച്ഛ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ആ മോനെ, ഇവിടെ എല്ലാവരും നന്നായിരിക്കുന്നു. നിങ്ങൾ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? അത് പിന്നെ അച്ഛ, ഇവിടെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ ഇട്ടെറിഞ്ഞു വരാൻ പറ്റില്ലല്ലോ. നിനക്ക് ഇപ്പോഴും ഞങ്ങളോടൊക്കെ ദേഷ്യമാണോ മോനെ? എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ വരും, പക്ഷെ കുറച്ച് സമയം വേണം. മോൾ എവിടെ? അവളോട് ഇതുവരെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ലല്ലോ. അത് അവൾ ഇവിടെ ഇല്ല. നീ വീഡിയോ കോൾ വിളിക്കുമ്പോഴെങ്കിലും മോളെ ഒന്ന് കാണാമെന്ന് വിചാരിക്കും. ഞാൻ അവളുള്ളപ്പോ വിളിക്കാം അമ്മ. നന്ദേട്ടാ, മോൾ അങ്ങോട്ട് വരില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവളെ കാത്തിരിക്കേണ്ട. ഏട്ടൻ പോയി എല്ലാരും കണ്ടിട്ട് വാ. നിങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്തായാലും പോവില്ല. കുറച്ചു കഴിയുമ്പോൾ നച്ചുന്റെ വാശി കുറയും. അപ്പൊ എല്ലാവർക്കും കൂടി പോവാലോ. അമ്മയ്ക്കും അച്ഛനും നല്ലോണം വിഷമമുണ്ട് ഇപ്പോ തന്നെ. ഇനിയും എന്തിനാ അവരെ ഇങ്ങനെ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോൾ വരാതെ ഞാൻ എവിടെയും പോണില്ല. നച്ചുവും അജുവും വരുമ്പോ കേൾക്കുന്നത് പപ്പയുടെയും അമ്മയുടെയും ഈ സംസാരാണ്. എന്താണ് എന്നെപ്പറ്റി ഒരു തർക്കം? ഒന്നുമില്ല മോളെ. നാട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോ മോളെ ഒന്ന് വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് പറഞ്ഞു. അതാ. ഞാൻ പറഞ്ഞല്ലോ പപ്പ, എനിക്കെന്തോ അവരെ ഒന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവരുടെ അപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. സോ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ രണ്ടാളും പോയി എല്ലാരും കണ്ട് കുറച്ചു ദിവസം തറവാട്ടിൽ നിന്നിട്ടൊക്കെ വാ. ഞാൻ ഇവിടെ അജുവിന്റെ കൂടെ നിൽക്കാം. ഇനിയും വെറുതെ നമ്മൾ തമ്മിൽ ഈ വിഷയം സംസാരിച്ച് സമയം കളയാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ നന്ദേട്ടാ, അവൾക്ക് കുറച്ച് സമയം കൊടുക്ക്. പെട്ടെന്നൊരു ദിവസം എല്ലാരും സ്നേഹിക്കണം, അംഗീകരിക്കണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. നമുക്ക് നമ്മുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ് അവരോട് ദേഷ്യമില്ലാത്തത്. നച്ചുവിന്റെ സ്വഭാവം അറിയാലോ. പെട്ടെന്നൊന്നും അവൾ ആരെയും സ്നേഹിക്കില്ല. പക്ഷെ സ്നേഹിച്ചാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. ഇവിടെ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. സീതയും വാസുവും അവളെ നമ്മളെക്കാൾ നന്നായിട്ട് നോക്കും. പിന്നെ അജു ഇല്ലാതെ അവള് നമ്മുടെ കൂടെ വരാൻ തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ അവിടെ എത്തിയിട്ട് എന്തേലും വഴിയുണ്ടോന്ന് നോക്കാം. ഇനിയും നച്ചുവിനെ കാത്തിരിക്കേണ്ട എന്നുള്ള എല്ലാവരുടെയും വാക്കുകേട്ട് നന്ദനും നാൻസി നാട്ടിൽ പോകാൻ തയ്യാറായി. അവിടെ വരുന്ന കാര്യമൊന്നും ആരോടും പറഞ്ഞില്ല. ഡാ വാസു, മോളെ നല്ലോണം ശ്രദ്ധിക്കണേ. എനിക്ക് പോകാൻ മനസ്സുണ്ടായിട്ടല്ല, അച്ഛനും അമ്മയ്ക്കും വിഷമാവേണ്ട എന്ന് കരുതിയിട്ടാണ്. വയസ്സായ ആൾക്കാരല്ലേ, എത്രയാണെന്ന് കരുതിയാ വിഷമിപ്പിക്കുന്നത്? അവളുടെ കാര്യമൊന്നും ചിന്തിച്ച് വിഷമിക്കാതെ പോയി വരാൻ നോക്ക്. ഞങ്ങൾ എല്ലാരും ഇവിടെ ഇല്ലേ? എയർപോർട്ടിൽ എല്ലാവരും കൂടി അവരെ യാത്രയക്കാൻ പോയി. മോൾ വരുന്നില്ലെന്ന് ഉറപ്പല്ലേ? ഇനിയിപ്പോ പറഞ്ഞാലും വരാൻ പറ്റില്ലല്ലോ. നിങ്ങൾ രണ്ടാളും പോയി എല്ലാരും കണ്ടിട്ട് വാ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ രണ്ടാളും അനുസരിക്കണം. എന്റെ ഫോട്ടോ ഒന്നും അവിടെ ആർക്കും കാണിച്ചു കൊടുക്കരുത്. നീ എന്താ ഇങ്ങനെ പറയുന്നത്? അവരൊക്കെ എന്തായാലും ചോദിക്കില്ലേ? ഞാൻ നേരിട്ട് വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞാൽ മതി. നീ വരുവോ? ഞാൻ പറഞ്ഞില്ലേ പപ്പ, എനിക്ക് കുറച്ച് സമയം വേണം. നിങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാം കൂടി അങ്ങോട്ട് വരും, അല്ലേടാ അജു?
പിന്നില്ലാതെ ഒരു സർപ്രൈസ് വിസിറ്റ് ആണ് ഞങ്ങളുടെ പ്ലാൻ. എങ്കിൽ നിങ്ങളുടെ പ്ലാൻ ഒന്നും ഞാൻ തകർക്കില്ല, പോരെ? വാക്ക് മാറ്റരുത് അവിടെ ചെന്ന് എല്ലാരും കാണുമ്പോ. എന്റെ വാക്ക് ഞാൻ പാലിക്കും, നിന്റെ വാക്ക് നീയും പാലിച്ചാ മതി. ഞങ്ങൾ എല്ലാ എയർപോർട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. നിനക്കും കൂടി പോവാമായിരുന്നു നച്ചു. അങ്ങനെ ഞാൻ പോയിട്ട് നീ ഇവിടെ സമാധാനത്തിൽ ഇരിക്കേണ്ട. ഓ, ഇവളെ കൊണ്ട് അവർക്കൊക്കെ നിന്നെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായില്ലേ? അതിന് ഞാനെന്താ വല്ല സെലിബ്രിറ്റിയാണോ? നിന്നോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതി. നാട്ടിലെത്തി എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിച്ച് നേരെ തറവാട്ടിലേക്കാണ് നന്ദനും നാൻസിയും പോയത്. ഇവിടെ എല്ലാം ഒരുപാട് മാറി അല്ലേ നന്ദേട്ടാ? എത്ര വർഷങ്ങളായടോ നമ്മൾ പോയിട്ട്. ടാക്സിയിൽ നിന്ന് ഇറങ്ങി അയാളെ പറഞ്ഞു വിട്ട് രണ്ടാളും വീടും ചുറ്റുപാടും ഒന്ന് നോക്കി. വീടിനൊന്നും വലിയ മാറ്റമില്ല. കയറി ചെന്ന് ബെല്ലടിച്ചു. ബെല്ലടിക്കുന്നത് കേട്ട് അടുക്കളയിൽ നിന്നും വന്ന നന്ദിനി കാണുന്നത് പുറത്തു നിൽക്കുന്ന തന്റെ അനിയനെയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച. രണ്ടുപേരുടെയും കണ്ണുകളെ നനച്ചുകൊണ്ട് കണ്ണുനീരണിഞ്ഞു. ചേച്ചി എന്നുള്ളൊരു വിളി കേട്ടതോടെ നന്ദിനി ഓടി വന്ന് നന്ദനെ ചേർത്തണച്ചു. ഇതൊക്കെ കണ്ട് നാൻസിയും ചെറു ചിരിയോടെ നോക്കി. അപ്പോഴാണ് തങ്ങളെ നോക്കി നിൽക്കുന്ന നാൻസിയെ നന്ദിനി കണ്ടത്. രണ്ടാളും അകത്തേക്ക് കയറുക. പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുമെന്ന് ഉറപ്പാണ്. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. നന്ദിനിയുടെ ശബ്ദം കേട്ട് അച്ഛനും അമ്മയും ഹാളിലേക്ക് വന്നു. മോനെ നന്ദ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. സുഖാണോ മോനെ? കല്യാണിയമ്മ മകനെ ചേർത്ത് പിടിച്ച് വിതുമ്പി. മോളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞങ്ങളോടൊക്കെ ദേഷ്യം കാണും അല്ലേ? എനിക്കങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാ ഞാൻ. അച്ഛ, എന്നോട് ക്ഷമിക്കൂ. അന്ന് ഞാൻ മറ്റൊന്നിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒന്നും ആലോചിച്ചില്ല. പോട്ടെ, സാരമില്ലടാ, അതൊക്കെ കഴിഞ്ഞു. ഇത്രയും വർഷങ്ങളായില്ലേ, എല്ലാവരും അതൊക്കെ മറന്നു. നന്ദ, മോൾ എവിടെ? അവള് വന്നില്ലമ്മേ. അതെന്താ മോനെ? അവൾക്ക് ഹോസ്പിറ്റലെ കുറിച്ച് തിരക്കാണ്. ഇനി എപ്പോഴാ വരുന്നത്? അവള് വരൂ അമ്മ. രണ്ടാളും പോയി വേഷമൊക്കെ മാറി വാ. കുറെ യാത്ര ചെയ്തതല്ലേ, ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു വെക്കാം. ശിവയും ചന്ദ്രേട്ടനും ഓഫീസിൽ പോയി നിങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പോവില്ലായിരുന്നു. അതിനെന്താ ചേച്ചി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ മോൾ ക്ലാസ്സിന് പോയി കാണും അല്ലേ? എല്ലാവരും ഇനി വൈകുന്നേരം വരും. നന്ദേട്ടാ, മോൾ വരാത്തത് എല്ലാവർക്കും വിഷമായി അല്ലേ? അതൊന്നും സാരമില്ലടോ. തനിക്ക് ഇവിടെയൊക്കെ ഇഷ്ടായോ? പിന്നില്ലാതെ. താനൊന്ന് കുളിച്ചോ, എന്നിട്ട് ഫുഡ് കഴിക്കാം. വേഗം രണ്ടാളും കുളിച്ച് വേഷം മാറി താഴേക്ക് വന്നു. എല്ലാവരും കൂടി എന്തൊക്കെയോ സംസാരിച്ച് ഭക്ഷണം കഴിച്ചു. എന്നാലും മോളെ കൂടെ കൂട്ടാമായിരുന്നു നിങ്ങൾക്ക്. അവളുടെ ഒരു ഫോട്ടോ പോലും കണ്ടില്ലല്ലോ ഞങ്ങളൊന്നും. മോൾ ഇവിടെ വന്ന് എല്ലാരും നേരിട്ട് കണ്ടോളാം, അതുവരെ ഫോട്ടോ ഒന്നും കാണിക്കരുതെന്നാ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തിയ കാര്യമൊക്കെ നച്ചൂനെ വിളിച്ച് പറയുകയായിരുന്നു രണ്ടാളും. പപ്പ, എന്റെ സർപ്രൈസ് ഒന്നും പൊളിച്ചില്ലല്ലോ? ഇല്ലടാ, മോൾക്ക് തന്ന വാക്ക് പപ്പ തെറ്റിക്കില്ലെന്ന് അറിയില്ലേ? ഇപ്പൊ അവിടെ ചെന്ന് എല്ലാരും കിട്ടിയപ്പോ ഇനി നമ്മളൊന്നും ആർക്കും വേണ്ടതാകുമോ? ഇന്ന് ഈ ലോകത്ത് മോളും നാൻസിയാണ് പപ്പയ്ക്ക് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് മറ്റാരും ഉള്ളൂ, പോരെ? അത് കേട്ടാ മതി. ഡി, നീ എന്തിനാ എപ്പോഴും പപ്പയോട് ഇങ്ങനെ ചോദിക്കുന്നത്? എന്തേലും പറഞ്ഞ് നിന്നോടും അമ്മയോടും ആണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയിപ്പിക്കുന്നതെന്ന് നിനക്കതെങ്ങനെ മനസ്സിലായി? ജനിച്ചപ്പോ തൊട്ട് നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയതല്ലേ മോളെ. എനിക്കെന്തോ പപ്പ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നും. പപ്പ മാത്രമല്ല, നീയും അമ്മയും അച്ഛനും അമ്മയും ഒക്കെ എന്നെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. ഇതത്ര നല്ല സ്വഭാവം അല്ലല്ലോ മോളെ. എനിക്ക് നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. ഡി, ചുമ്മാ സെന്റി അടിച്ച് എന്നെ പറ്റിക്കാൻ നോക്കല്ലേ മോളെ. ഞാൻ ശരിക്കും പറഞ്ഞതാ. ഡി, നിനക്കിത് എന്താണ്? ചുമ്മാ എന്തോ പറഞ്ഞതിന് കരയാൻ പോവാണോ? ഡി, നീ കണ്ണൊക്കെ തുടച്ചേ. ഇനി നിന്നെ കരയിച്ചു എന്നും പറഞ്ഞ് അമ്മയുടെ വക എനിക്ക് കിട്ടും. നിന്നെ കാണാൻ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പണ്ട് വരുമ്പോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നെയും കാണാൻ ആരെങ്കിലും ഒക്കെ വന്നെങ്കിലെന്ന്. ഇനിയിപ്പോ നിനക്കും കുടുംബക്കാരൊക്കെ ആയല്ലോ. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് എന്തായാലും കുറച്ച് സമയമെടുക്കും. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറി അപ്പു ആദ്യം തന്നെ രണ്ടുപേരെയും കണ്ടൊന്ന് ഞെട്ടി. മോളെ അപ്പു, മാമനും മാമിയും എപ്പോഴാ വന്നേ? വരുന്നത് പറഞ്ഞില്ലല്ലോ. ഉച്ചയായി ഇവിടെ എത്തിയപ്പോൾ. ചേച്ചി വന്നില്ലേ? അവള് കുറച്ചു ദിവസം കഴിഞ്ഞേ വരും. കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഹോസ്പിറ്റലിൽ. ചന്ദ്രകുമാറും ശിവയും കൂടി വന്നതോടെ എല്ലാവരും ചേർന്ന് സംസാരവും ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കലും ഒക്കെയായി രാത്രി ആയതേ അറിഞ്ഞില്ല. മോനെ നന്ദ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്ക് വിശ്വാസം ഉണ്ടാകുമോ എന്നെനിക്ക് അറിയില്ല. എന്താണേലും അച്ഛൻ പറ. കുറച്ച് ദിവസം മുമ്പ് ചന്ദ്രനൊരു ആക്സിഡന്റ് ഉണ്ടായി. പിന്നെ ശിവയും ഒന്ന് വീണു. അധികം ഒന്നും പറ്റിയില്ല, എന്നാലും എന്തോ ഒരു ഭയം. നന്ദിനി ഏതേലും ഒരു ജോത്സ്യനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് പറഞ്ഞു. കുറെ ആയില്ലേ തറവാട്ടിൽ പൂജയൊന്നും ഇല്ലാതെയായിട്ട്. നമുക്ക് മേലെപ്പാട്ട് തിരുമേനിയെ കൊണ്ടൊന്ന് നോക്കിച്ചാലോ? നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടേ നോക്കാം. നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോവാം. കുറെ ആയി തിരുമേനിയെ ഒന്ന് കണ്ടിട്ട്. ഇപ്പൊ പുറത്തോട്ടൊക്കെ പോവാറുണ്ടോ എന്നൊന്നും അറിയില്ല. മേലെപ്പാട്ട് മന കാർ പുറത്തു നിർത്തി രണ്ടാളും അകത്തോട്ട് കയറി. തൂക്കിയിട്ടിരിക്കുന്ന മണി ഒന്ന് അടിച്ചു. ആരാ? എവിടെന്നാ?
ഞങ്ങൾ കൈലാസം തറവാട്ടിൽ നിന്നാണ്. പത്മനാഭൻ വന്നുവെന്ന് പറഞ്ഞാൽ മതി, തിരുമേനിക്ക് അറിയാം. കയറിയിരിക്കൂ രണ്ടാളും. എന്താണ് പത്മനാഭ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നിട്ട് കുറെ ആയല്ലോ. ഇതെന്റെ മോനാണ് നന്ദൻ. തിരുമേനിക്ക് അറിയാലോ, ഇവന്റെ കല്യാണമായി കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായത്. ഞാൻ അതോടെ അധികം എവിടെയും പോവാറില്ല. എല്ലാത്തിനോടും ഒരു മടുപ്പാണ്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി മനസ്സിനൊരു സമാധാനം ഇല്ലാത്തതുപോലെ. അതാ വന്നത്. ഇയാളിപ്പോ നാട്ടിലുണ്ടോ? ഇല്ല, ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ. കുറെ വർഷങ്ങളായി അല്ലേടോ മറുനാട്ടിൽ. അകത്തേക്ക് വന്നോളൂ രണ്ടാളും. തിരുമേനിയോടൊപ്പം പൂജാമുറിയിലേക്ക് കയറിയിരുന്നു. മെല്ലെ പ്രാർത്ഥിച്ച് തിരുമേനി രാശിപ്പലകയിൽ നോക്കി തുടങ്ങി. നന്ദനും അച്ഛനും അദ്ദേഹത്തിന്റെ മുഖത്ത് മാറി വരുന്ന ഭാവങ്ങൾ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുറെ നേരത്തിന് ശേഷം രാശിപ്പലകയെ വണങ്ങി തിരുമേനി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തറവാട്ടിൽ. എന്നാൽ ഭയപ്പെടാൻ മാത്രമില്ല. അവിടെ സർപ്പക്കാവി വിളക്ക് വെക്കാനൊക്കെ തുടങ്ങണ്ടേ? തിരുമേനി, അതിന് ഞങ്ങൾക്ക് അവകാശമില്ലെന്നാണ് എന്റെ അച്ഛന്റെ കാലത്തൊക്കെ പറഞ്ഞിരുന്നത്. അതിന് അവകാശമുള്ള ആൾ വരും. എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ മുൻതലമുറയിലെ ആൾക്കാരാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പൂജകളൊക്കെ ചെയ്തിരുന്നതെന്ന്. ഇവിടെ പൂജാമുറിയിൽ എല്ലാ കാര്യങ്ങളും വിശദമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഇതുപോലെ ആരെങ്കിലും വരുമെന്നും അന്ന് രാശിപ്പലകിൽ പ്രശ്നപരിഹാരം തെളിയുമ്പോൾ മാത്രമേ ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നോക്കാവൂ എന്നും ഞങ്ങൾ തലമുറകളായി പറഞ്ഞു കേട്ടതാണ്. ഇപ്പൊ എനിക്കാണ് അതിനുള്ള യോഗം ഉണ്ടായതെന്ന് മാത്രം. തറവാട്ടിൽ എന്തായിരുന്നു വിളക്ക് വെക്കാനുള്ള തടസ്സമെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നും വിശദമായി അറിയില്ല. ഒരു പുനർജന്മം ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനുള്ള അധികാരവും അവകാശവും ഉണ്ടാവൂ എന്നാണ് എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ തറവാട്ടിലേക്ക് പോയി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ. ഞാൻ 2 ദിവസത്തിനുള്ളിൽ അവിടെ എത്തിക്കൊള്ളാം. ഈ പൂജ കഴിയുമ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നിൽ തെളിയും എന്നാണ്. പിന്നെ പൂജ നടക്കുമ്പോൾ അംഗങ്ങൾ എല്ലാവരും തറവാട്ടിലുണ്ടാവണം. മോന്റെ മോൾ കൂടെ വന്നിട്ടില്ല. എന്നാ വിളിച്ചു വരാൻ പറഞ്ഞോളൂ. എന്നാ ഞങ്ങൾ ഇറങ്ങാൻ തിരുമേനി. അങ്ങനെയാകട്ടെ. അച്ഛൻ ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? എന്തേ ഇപ്പൊ ചോദിക്കാൻ? നിനക്ക് വിശ്വാസമില്ലേ? ഈ പുനർജന്മമൊക്കെ സിനിമയിലും കഥകളിലും ഒക്കെ അല്ലാതെ ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മാത്രമാണ് സത്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കൊക്കെ സമാധാനം കിട്ടുമെങ്കിൽ എന്തു ചെയ്യുന്നതിലും ഞാൻ എതിരൊന്നും നിൽക്കില്ല. താറവാട്ടിൽ ചെന്ന് എല്ലാവരോടും തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ശിവ ഒന്നിനും നിൽക്കില്ല എന്ന് പറഞ്ഞു. നന്ദ, മോൾ വന്നില്ലല്ലോ. അവൾ വരുമെന്ന് തോന്നില്ലമ്മ. അവൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പൊ ശിവേട്ടന് കമ്പനിക്ക് ഒരാളായി. പിന്നെ നിനക്കിതിലൊക്കെ വലിയ വിശ്വാസമാണല്ലോ അപ്പു. എനിക്കങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷെ ഇതിന്റെ പേരിൽ എന്നെ കൊണ്ട് അമ്മ പണിയൊന്നും എടുപ്പിക്കരുത്. ഹലോ മോളെ, എന്ത് ചെയ്യുക അവിടെ? ഞാൻ ഹോസ്പിറ്റലിലാണ് പപ്പ. ഇതുവരെ വീട്ടിൽ പോയില്ലേ? അച്ഛനൊരു ഓപ്പറേഷൻ ഉണ്ട്. സോ അത് കഴിഞ്ഞ് എല്ലാവർക്കും ഒന്നിച്ചു പോകാന്നാ അമ്മ പറഞ്ഞത്. മോള് ഫുഡൊക്കെ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ നിങ്ങൾ പോയ വിഷമത്തിൽ പട്ടിണി കിടക്കണോ? വേറെ എന്താ വിശേഷം? പപ്പയ്ക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. ഞാൻ മോളോട് വെറുതെ ഓരോന്നൊക്കെ. മോനെ നന്ദ, ഞാൻ ജനിച്ച മുതൽ കാണുന്നതല്ലേ എന്റെ ഈ പപ്പയെ. സോ എനിക്ക് മറ്റാരെക്കാളും നന്നായിട്ടറിയാം. അത് പിന്നെ ഇവിടെ തറവാട്ടി ഒരു പൂജ നടക്കുന്നുണ്ട്. മോൾക്ക് വരാൻ പറ്റുമോ എന്ന് ഇവിടെ എല്ലാവരും ചോദിച്ചു. മോളെന്താ ഒന്നും പറയാത്തത്? ഇത്ര പെട്ടെന്ന് വരാൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോളുടെ ഇഷ്ടത്തിന് വന്നാ മതി എന്ന് പപ്പ പറഞ്ഞതല്ലേ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എല്ലാരോടും എന്ത് മറുപടി പറയും? മോൾ വന്ന് കുറച്ചു ദിവസം നിന്നാൽ മതി. തറവാട്ടിൽ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ മോളെ നിർബന്ധിക്കില്ലായിരുന്നു. പപ്പ വിഷമിക്കേണ്ട, ഞാൻ വരാം. നന്ദ, നച്ചു എന്താ പറഞ്ഞത്? വരാന്ന് സമ്മതിച്ചോ? ഞാൻ അവളോട് വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് മടങ്ങി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം വരുന്നതാണ്, അല്ലാതെ ഇഷ്ടമുണ്ടായിട്ടല്ല. സാരമില്ല, എല്ലാവരെയും വിഷമിപ്പിണ്ടല്ലോ. നമുക്കും പെട്ടെന്ന് മടങ്ങിപ്പോവാം, അല്ലേ നാൻസി? എന്തേ? എനിക്കെന്തോ ഇവിടത്തേക്കാൾ അവിടെയാണ് ഇപ്പൊ ഇഷ്ടം. കുറെ കാലായില്ലേ അവിടെ തന്നെ നിൽക്കുന്നത്, അതുകൊണ്ടായിരിക്കും അല്ലേടോ? എല്ലാവരും കൂടി ഇരുന്ന് ബിസിനസ് കാര്യങ്ങളും നാട്ടിലെ വിവരങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നച്ചുവിനെ വിളിച്ച് നന്ദൻ വന്നത്. അച്ഛാ, നച്ചു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവള് കുറച്ചു ദിവസം മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ. മോൾക്ക് ഇവിടെ ഞങ്ങളെ ഒന്നും ഇഷ്ടമല്ല, അല്ലേ നന്ദ? അങ്ങനെയൊന്നും ഇല്ലമ്മ. ആരുമായും ഇത്രയും കാലം അടുപ്പമുണ്ടായിരുന്നില്ലല്ലോ. അതാ അവൾക്കൊരകൽച്ച. അവൾ ആരോടും പെട്ടെന്ന് അടുക്കില്ല. പിന്നെ അവൾക്ക് അജു ഇല്ലാതെ പറ്റില്ല. എന്റെ ഫ്രണ്ട് വാസുവിന്റെ സീതയുടെ മോനാണ് അജയ് വാസുദേവ്, ഞങ്ങളുടെ അജു. ഇപ്പൊ അവരുടെ കൂടെയാണ് അവള്. ഞങ്ങളില്ലെങ്കിലും അവൾ വലിയ കുഴപ്പമില്ലാതെ എവിടെയും നിൽക്കുന്നത് അവനുള്ളത് കൊണ്ട് മാത്രമാണ്. അവര് തമ്മിൽ വല്ലാത്തൊരു ബോണ്ടാണ്. അവര് രണ്ടാളും ഒരേ ദിവസമാണ് ജനിച്ചത്. കുറച്ച് സമയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെറുപ്പം മുതൽ ഒന്നിച്ച് മാത്രമേ എന്തും ചെയ്യുള്ളൂ. രണ്ടാളും ഡ്രസ്സിങ് പോലും അധികം ഒരുപോലെയാണ്. ഞങ്ങളെ രണ്ടാളും പപ്പ മമ്മ എന്നും അവരെ അച്ഛനമ്മ എന്നുമാണ് വിളിക്കുന്നത്. ഇതുവരെ പഠിച്ചതൊക്കെ ഒരേപോലെയാണ്. ഇപ്പൊ രണ്ടാളും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ദേ ശിവേട്ട, നിങ്ങളുടെ മുറപ്പെണ്ണിനെ കുറിച്ചാണ് മാമയി പറയുന്നതല്ല. മിക്കവാറും അവര് തമ്മിൽ സെറ്റായിരിക്കും. നിങ്ങൾ ഇവിടെ ഇങ്ങനെ പന പോലെ ഉണ്ടായിട്ടും ശിവേട്ടന് അതിനുള്ള യോഗ ഇല്ലായിരിക്കും.
നിനക്ക് വേറെ ഒന്നും പറയില്ലേ അപ്പു? മാമൻ കേട്ട തീർന്നു. അപ്പൊ ആരും കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ? അവളെ എനിക്കുള്ളതാണെങ്കിൽ എന്റെ അടുത്ത് തന്നെ വരും മോളെ. അയ്യടാ, എന്താ പൂതി? നിങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കി നിന്നു. ചേച്ചിക്ക് നല്ല ചുള്ളൻ ചെക്കനൊക്കെ അവിടെ ഉണ്ടാവും. ഡാജു, പപ്പ ഇപ്പൊ വിളിച്ചിരുന്നു. അവിടെ എന്തോ പൂജയുണ്ട്, എന്തായാലും പോണെന്നാ പറഞ്ഞു. അതും 2 ദിവസത്തിനുള്ളിൽ. അതൊക്കെ എങ്ങനെയാ നടക്കുന്നേ? ഞാൻ പറഞ്ഞതാ, പക്ഷെ പപ്പ കുറച്ചു ദിവസം മാത്രം നിന്നാ മതിയെന്നാ പറഞ്ഞത്. നീ എന്റെ കൂടെ വരില്ലേ? പിന്നില്ലാതെ. നിന്നെ ഞാൻ ഒറ്റയ്ക്ക് എവിടേക്കും പറഞ്ഞയക്കില്ല. പോരെ, വാ, നമുക്ക് അച്ഛനെയും അമ്മയും നോക്കാം. അവരോട് ഈ കാര്യം പറയുകയും വേണ്ടേ? അമ്മ, പപ്പ വിളിച്ചോ നിങ്ങളെ? ആ മോളെ, ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. എന്തേ മോളുടെ തീരുമാനം? അതുപോലെ മാത്രമേ നമ്മൾ എന്തും ചെയ്യുന്നുള്ളൂ. പപ്പ ഇത്രയും പറഞ്ഞതല്ലേ, ഞാൻ എന്തായാലും പോവാം എന്ന് തീരുമാനിച്ചു. ഇപ്പൊ പെട്ടെന്ന് എല്ലാരും കൂടി പോകാൻ എന്തായാലും പറ്റില്ല. നിങ്ങൾ രണ്ടാളും തൽക്കാലം പോവാൻ നോക്ക്. ഞങ്ങൾ കുറച്ചു ദിവസത്തിനുള്ളിൽ ഇവിടെ എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം. നാളെ തന്നെ പോകാനുള്ള കാര്യങ്ങൾ രണ്ടാളും കൂടി ശരിയാക്ക്. പൂജ ഉള്ള ദിവസം രാവിലെ അവിടെ എത്തുന്ന രീതി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. ഡി നച്ചു, അവിടെ എത്തിയ നീ ആരോടും ദേഷ്യമൊന്നും കാണിക്കരുത്. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാനൊന്നും ചെയ്യില്ല. നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. അതാ ഞാനായിട്ട് പപ്പയ്ക്ക് ഒരു വിഷമവും ഉണ്ടാക്കില്ല. ഞങ്ങളെ രണ്ടാളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട് അച്ഛനും അമ്മയും പോയി. ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂരാണ്, പിന്നെ അവിടെ നിന്ന് തിരുവനന്തപുരം. ഏകദേശം 18 മണിക്കൂർ എടുക്കും ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക്. പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. ഇനി നീണ്ട കുറെ മണിക്കൂറുകൾ ശേഷം ഒരിക്കൽ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച പപ്പയും അമ്മയും ജനിച്ചു വളർന്ന നാട്ടിലേക്ക്. ഒരിക്കൽ ഇതുപോലെ വന്നപ്പോഴുണ്ടായ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും ആരോടൊക്കെയോ ദേഷ്യമാണ്. ഈ വരവിൽ ഈ നാട് എനിക്ക് എന്തൊക്കെയാണോ കരുതി വെച്ചിരിക്കുന്നത്. എയർപോർട്ടിൽ ഇറങ്ങി പപ്പയെ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹലോ പപ്പ, എവിടെയാ? ഞാൻ പുറത്തുണ്ട്. വാജു, പപ്പ വന്നിട്ടുണ്ട്. പപ്പ, ഇതെന്താ ഇങ്ങനെ ഒരു വേഷം? മുണ്ടും ഷർട്ടും ധരിച്ച നന്ദനെ ആദ്യമായി കണ്ട അമ്പരപ്പിലാണ് നച്ചു. ഇന്ന് പൂജ ഉള്ളതല്ലേ മോളെ, ഇനി ഞങ്ങളോട് ഇതുപോലെ ഉള്ളതൊന്നും ഇടാൻ പറയരുത്. നന്ദൻ നച്ചുവിനെ അജുവിനെയും ഒന്ന് നോക്കി. രണ്ടാളും ഒരുപോലെയുള്ള ഷർട്ടും ജീൻസുമാണ് ഇട്ടിട്ടുള്ളത്. എനിക്കൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാന്നുണ്ട് പപ്പ. അജു, നീ ഇപ്പൊ അവരുടെ സൈഡായോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ. മോളെ, പപ്പ പറയുന്നതനുസരിക്കോ? ഇനി എന്താ ചെയ്യേണ്ടത്? അവിടെ കുറച്ച് ആൾക്കാരൊക്കെ പൂജയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെടരുത്. എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ. മോൾക്കറിയാലോ, ഇവിടത്തെ ആൾക്കാരുടെ സ്വഭാവമൊക്കെ നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി. നമ്മളായിട്ട് ആർക്കും ഒരു വിഷമവും ഉണ്ടാക്കരുത്.